ചൂട്ട് വലിച്ചത് ചൂലസി അതിന്റെ ഘടനയുടെ ചൂല് കെട്ടുന്നത് പുറത്തുള്ള നൂലുമല്ല. ചൂട്ട് കെട്ടുന്നത് ഓലച്ചൂട്ടറിയില്ല. ഓലച്ചൂട്ട് കെട്ടുന്നത് കൂട്ടത്തിലുള്ളൊരു കണ്ണിയുണ്ട്. ആ ചൂല് പുറത്തുള്ള കണ്ണി കൊണ്ട് കെട്ടുന്ന ചൂല് അശ്രീകരവും കൂട്ടത്തിൽ നിന്ന് കെട്ടുന്നത് വെളിച്ചോട്ടാണ്. ഈ ചൂട്ടിന്റെ പ്രത്യേകത ഒരു ഡെമോക്രാറ്റിക് ലാമ്പാണ്. ടോർച്ച് വന്നതോടുകൂടി ഡെമോക്രസി എന്നെ കാണില്ലല്ലോ, ഇങ്ങോട്ടടിച്ചാൽ നിന്നിലെ കാണും. ചൂട്ടിന്റെ പ്രത്യേകത എന്നെയും കാണും നിന്നെയും കാണും, ചുറ്റോട്ടുള്ള കാണും അല്ലേ. ചൂട്ടിന്റെ പ്രത്യേകത ഇങ്ങനെ കത്തിക്കുമ്പോ എന്നെയും കാണും നിന്നെയും കാണും. ടോർച്ച് അടിക്കുമ്പോ നിന്നെ മാത്രമേ കാണും, എന്നെ കാണും. ഈ ചൂട്ടിന്റെ പ്രത്യേകത, ഈ ചൂട്ടിലെ ഒരു കണ്ണിയാണ് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നത്. മാത്രമല്ല ഒന്നിച്ചു നിന്ന് കത്തും. മറ്റുള്ളവർ കത്തുമ്പോ ഈ കണ്ണി കത്തില്ല. അതാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കൂട്ടി യോജിപ്പിക്കുക, ടീം ബിൽഡിംഗ് എന്നതാണ്. തന്റെ കൂട്ടത്തിലുള്ളവരെ ഒരുമിച്ച് ചേർക്കുക, സംഘാടനമാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടനം. എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്? കത്ത് കൊടുക്കുക, വാട്സാപ്പിൽ ഇട്ടിട്ട് വന്നോടുക. ചില ആളെ സംഘാടനം എന്താ പേടിയുള്ള ആളെ എന്തെങ്കിലും വന്നോ എന്നാ എനിക്ക് പേടിക്കണ്ടല്ലോ. പേടിയുള്ളവരുടെ എന്തെങ്കിലും വന്നോ എനിക്ക് പേടിക്കണ്ട. സ്വാഭാവികമായി വരുന്നവരെ സംഘടിപ്പിക്കുമ്പോഴല്ല ലീഡർഷിപ്പ് ശക്തിപ്പെടുന്നത്, വരില്ലെന്ന് പറയുന്നവരെ സംഘടിപ്പിക്കുമ്പോഴാണ്. മനസ്സിലായോ? വരില്ലെന്ന് പറയുന്നവരെ, വരാൻ തോന്നാത്തവരെ, അവരെ വരുത്തുമ്പോഴാണ് ലീഡർഷിപ്പ് ശക്തിപ്പെടുന്നത്. ലീഡർഷിപ്പ് ടീം എന്ന വാക്കിന് ഒരു TEAM, together everybody achieve more. ഒരുമിച്ചാൽ എല്ലാവർക്കും കൂടുതൽ. together everybody achieve more, അതാ TEAM, ടീം. ഒന്നായാൽ നന്നായി. ഈ ലോകത്തുള്ള സകല നേട്ടങ്ങളും ആരും ഒറ്റപ്പെട്ട ഉണ്ടാക്കിയതാണ്, ഒരുമിപ്പിച്ചു നിർത്തുക എന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ഗാന്ധി വന്നപ്പോ അദ്ദേഹം ഇവരെ ആരെയും സംഘടിപ്പിക്കാത്ത, ആരും കൂടെ ഇല്ലാത്ത വലിയ പ്രഭുക്കന്മാരുടെയും വക്കീലന്മാരുടെയും പണക്കാരുടെയും ചിന്തകന്മാരുടെയും മാത്രം പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസിനെ ഗാന്ധി അടിത്തട്ടിലുള്ള അന്ത്യോദയം സാധാരണ മനുഷ്യരെ ഈ കോൺഗ്രസിന്റെ അണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് ചമ്പാരൻ സമരത്തിൽ പങ്കെടുത്തു. നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്തു. അവരുടെ കൂടെയാണ് ഞാനെന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യം ചമ്പാരൻ സമരത്തിൽ. സാധാരണ മനുഷ്യരെ ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ മഹത്വം. അതാണ് ടീം. കൂട്ടി യോജിപ്പിക്കുക, ഒരുമിച്ച് നിർത്തുക. ആ ടീം രൂപീകരിക്കാനുള്ള അതിന്റെ ഘടനാപരമായ പ്രശ്നമാണ് മീറ്റിങ്ങുകൾ ചെയ്യുക, യോഗങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മുടെ യോഗങ്ങൾ ഒരുപാടാണ്. പക്ഷെ എന്താ കുഴപ്പം? ലോകത്ത് ഏറ്റവും കൂടുതൽ യോഗങ്ങൾ നടക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ യോഗങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ മിൻസ് പുസ്തകങ്ങൾ ചെലവാകുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷെ യോഗം കഴിഞ്ഞ് പിരിയുമ്പോ വാതിലിൽ കടക്കുമ്പോ ഈ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം യോഗത്തെ തീരുമാനമാകും. പിന്നെ ഇതാരാ നടപ്പിലാക്കേണ്ടത്? ഈ ഒപ്പിട്ട തീരുമാനം എഴുതിയ പാവം മിൻസ് പുസ്തകം പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് നടപ്പിലാക്കുക. എന്തെങ്കിലും എഴുതി പോയി മിൻസ് പുസ്തകം പോയിട്ട് നടപ്പിലാക്കുമോ? ഒപ്പിട്ടവരെല്ലാം അത് ചെയ്യിക്കുവാനുള്ളതാണ് ലീഡർഷിപ്പ്. എല്ലാം ഏറ്റെടുക്കുന്നവരല്ല ലീഡർഷിപ്പ്. ചില ആളുകൾ അങ്ങനെയാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആൽമര പോലെയാണ്. ആൽമര പോലെയാണ്. പണം പന്തലിച്ചെന്നെ പക്ഷെ ഒന്നും മുടക്കാൻ അനുവദിക്കില്ല. ഒന്നും മുടക്കാൻ അനുവദിക്കില്ല. അതാണ് ചില ലീഡർഷിപ്പ്. എന്നാൽ ലീഡർഷിപ്പ് ആൽമര പോലെയാവരുത്, പർവ്വതങ്ങളെ പോലെയാവണം. ഉയരത്തിൽ നിൽക്കുകയും അവിടെ നിന്ന് ഒരുപാട് കൈവഴികളായിരിക്കുന്ന ആളുകളെ പുഴകളെ താഴോട്ട് ഒഴുക്കി വിടാനുള്ള കരുത്താണ് ലീഡർഷിപ്പ്. ആൽമരമല്ല, പർവ്വതമാണ്. മനസ്സിലായില്ല? പർവ്വതമാണ്. ഉയർന്നു നിന്നിട്ട്
അതിന്റെ തലപ്പത്തിങ്ങനെ തന്റെ സ്നേഹം വരുന്ന പർവ്വതമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദൈവം പർവ്വതമാണ്. ഭൂമി എന്ന് പറയുന്ന അമ്മ എന്നൊരു ദൈവം, പർവ്വതം എന്ന് പറയുന്ന ആൻ എന്ന ദൈവം. രണ്ട് ദൈവങ്ങളാണ് ഭാരതത്തിൽ ആദ്യത്തെ. മോഹൻജാദാരയിൽ കാരക്കയിൽ നടത്തിയ ഗവേഷണത്തിലൂടെ മനസ്സിലായതാണ്. ആ പർവ്വത ദൈവമാണ് പിന്നെ ആൻ. കാളകൂടം എന്ന വിഷയം കുറിച്ച് ശിവം ചെയ്തപ്പോൾ ശിവാൻ ആയിരുന്നു. അങ്ങനെ ശിവനുണ്ടായിരുന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് ശിവന്റെ തലയിൽ പർവ്വതത്തിന്റെ മേലിൽ ചന്ദ്രക്കലയില്ലേ, പർവ്വതത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നില്ലേ, ഗംഗാനദിയില്ലേ. പർവ്വതത്തിൽ പാമ്പുണ്ടല്ലോ, അതാണ് കഴുത്തിൽ പാമ്പും. പർവ്വതങ്ങൾ നിങ്ങൾ ദൂരെ നോക്കിയാൽ പച്ചപ്പ് നീലനിറത്തിലേ കാണുന്നത്, അതാ നീലകണ്ഠൻ. എല്ലാം പർവ്വതമാണ്. പർവ്വതത്തിന്റെ പുത്രിയാണ് ഇയാൾ ഭാര്യ പാർവതി. ശിവന്റെ ഭാര്യ പാർവതി, പർവ്വതത്തിന്റെ പുത്രിയാണ്. ഭൂമിയാണ് അമ്മ ദൈവം, ഭൂമി. അതാണ് പിന്നെ പല ദൈവങ്ങളായി മാറിയത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പർവ്വതം പോലെ ഉയർന്നു നിൽക്കുകയും അതിൽ നിന്ന് കൈവഴികളായിട്ട് താഴെ കൊടുക്കുകയും ചെയ്യണം. അതാണ് ആ ലീഡർഷിപ്പ്. തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കുന്നത് അല്ല ലീഡർഷിപ്പ്. തീരുമാനം നടപ്പിലാക്കാൻ ഈ ഒപ്പിട്ട എല്ലാരെ കൊണ്ടും പണിയെടുപ്പിക്കുമ്പോഴാണ് ലീഡർഷിപ്പ് ചെയ്യുന്നത്. ചില ആളുകളുണ്ട്, ഒരു ടെൻഷനില്ല, നമ്മൾ യോഗത്തിൽ പോയാൽ എന്തായാലും ചെയ്യും. ആരാ ഇൻഫോർമേഷൻ കൊടുത്ത്, നോട്ടീസ് ആരംഭിച്ച് ആരാ മത്സരിച്ച് എല്ലാം സർക്കാർ വെച്ച് എല്ലാം നമ്മളോ ഒപ്പിട്ടുണ്ടാവും. അത് നല്ല ലീഡർഷിപ്പ് അല്ല. നല്ല ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ യോഗം തീരുമ്പോൾ പ്രവൃത്തി വിഭജനം നടത്തണം. ആര് എന്ത് എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ലീഡർഷിപ്പ്. എടുത്ത തീരുമാനം ആര് എപ്പോഴും പറയണം. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഡ്രൈവിംഗ് പോലെയാ, ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യട്ടെ. അതാണ് അത്. ചെയ്യേണ്ട കാര്യം കൊണ്ട് ചെയ്യേണ്ടത് കൈകൊണ്ട് ചെയ്യുകയുള്ളൂ. കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്യണം, അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ കയ്യമുണ്ടാവോ? ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അതാത് അവസരത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അപ്പൊ ടീം ബിൽഡിംഗ് തീരുമാനമെടുക്കുന്നു, യോഗം ചെയ്യുന്നു. ആ യോഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യോഗത്തിൽ നമ്മുടെ യോഗങ്ങൾ അനുകൂലമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അറിയാമോ? മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും മിക്ക ക്ലബുകളുടെയും മിക്ക സംഘടനകളുടെയും യോഗത്തിലുണ്ട് അവസാന അജണ്ട മറ്റു കാര്യങ്ങൾ. അങ്ങനെ ഒരു കാര്യം ചേർക്കാം. മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞ അജണ്ട വെച്ചോ ആ യോഗ അടിച്ചു എന്തും പറയാലോ. യോഗം എന്തിന് വിളിക്കുന്നു, അതാണ് അജണ്ട. എന്തിനാണ് ഇത് വിളിച്ചത് എന്ന് കൃത്യമായ അജണ്ട വെച്ച് അജണ്ട പൂർണ്ണ അപ്പം തിരിച്ചുവിട്ടേക്കണം. അല്ലെങ്കിൽ അന്നേരാണ് ജയാധികാരം വരിക. അത് പറഞ്ഞ് അതിന്റെ പേരിൽ എടുത്ത തീരുമാനമൊന്നുമല്ല പ്രശ്നം. അവസാനം യോഗത്തിൽ പോകുമ്പോൾ മൂടെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോ കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് പോവാ. അങ്ങനെ നെഗറ്റീവായി യോഗം അവസാനിപ്പിച്ചെങ്കിൽ ഗുഡ് ലീഡർഷിപ്പ് അല്ലാതെ ഈ പിരിഞ്ഞു പോകുമ്പോൾ വളരെ സ്നേഹത്തോടെ വളരെ ആവേശത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്ന ആളുകളായിരിക്കണം. നമ്മുടെ രാജ്യം പറഞ്ഞില്ലേ, അമേരിക്ക ഭയങ്കരന്മാരായിട്ട് അമേരിക്കക്കാരുടെ സ്വഭാവം അമേരിക്കൻ എന്നെഴുതിയ അവസാനത്തെ 4 അക്ഷരം. അമേരിക്കൻ എഴുതിയാൽ ഇംഗ്ലീഷിൽ എഴുതിയാൽ അവസാനത്തെ 4 ലെറ്റേഴ്സ് ആണ് അവരുടെ സ്വഭാവം. AMERICAN. അവസാനത്തെ 4 അക്ഷരം എന്താ? ഐ കാൻ. എനിക്ക് കഴിയുമെന്ന ഇച്ഛാശക്തി ഉണ്ടാക്കി കൊടുക്കണം. ഐ കാൻ. നമ്മുടെ കുഴപ്പം എന്താ? ഇന്ത്യന്റെ അവസാനത്തെ 2 അക്ഷരം സ്വഭാവം IND എല്ലാത്തിനും ലീഡർഷിപ്പിന്റെ പ്രത്യേകത ഐയിൽ നിന്ന് ഐ കാനിലേക്കുള്ള മാറ്റം ഉണ്ടാക്കാനുള്ള മോട്ടിവേറ്ററാണ്. ഇത് നടക്കൂടോ? ചില ആളുകളുണ്ട്, എന്താ ആളുകൾ 4 വിധവും നമ്മളാണ്. 4 വിധ മനുഷ്യർ. അതെല്ലാം കുടുംബത്തിനുള്ള പ്രതികരണങ്ങളില്ല. എല്ലാറ്റിനും കുറ്റം പറയുന്ന ആളുകൾ അല്ലെ. ഒരു വീട്ടിൽ എല്ലാവരും ഒത്തിരിപ്പോൾ റോഡിൽ ആരാണ് ഒത്തിരിപ്പാണ്. കുറച്ച് കഴിഞ്ഞിട്ട് സഭാഷ്യം അതിലും പ്രശ്നം ബഷീറൊക്കെ ഇതേ പോലില്ല. പഞ്ചായത്തിൽ പോലെ മഹാദം
പഞ്ചായത്ത് പ്രസിഡന്റ് തീരെ പോകും, MLA പോകും, മന്ത്രി പോകും, മുഖ്യമന്ത്രി പോകും, പ്രധാനമന്ത്രി പോകും, എല്ലാവരും പോകും. ഒരാളെയാണ് ലോകത്ത് നല്ല ഞാൻ പറഞ്ഞു. ഈ ചർച്ചകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കുന്നതെല്ലാം. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുണ്ടിവിടെ. സുഗതകുമാരൻ ടീച്ചറുടെ വരി കേട്ടിട്ടുണ്ടോ? പൂന്തോട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങൾ നോക്കൂ, പത്രത്തിലെല്ലാം വരുന്ന വാർത്തകൾ ഏറ്റവും കൂടുതൽ ആള് വായിക്കുന്നത് നല്ല വാർത്തകളാണ്. എഡിറ്റോറിയൽ പേജ് വായിക്കോ, തൂങ്ങിച്ചെത്ത കഴിഞ്ഞുള്ളി സ്വീകരിച്ചു. കുറെ ദിവസമായി ഇതിന്റെ പച്ചത്ത് പൈസ വായിക്കുക. കഴിഞ്ഞ ദിവസം നല്ലൊരു ട്രോൾ കണ്ടു. ഒരു ഹെഡ് മാസ്റ്റർ കൊടുക്കുകയും പത്രപാരായണം 2 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം പീഡിപ്പിച്ചാണ് സഹിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തെ വിചിത്രമാണ് സംഭവങ്ങൾ അല്ലെ. എണ്ണത്തിന് വർധനമല്ല, വെറൈറ്റിയിലാണ് പീഡനങ്ങൾ. അപ്പോ ഇത് ഈ നെഗറ്റിവിറ്റി നോക്കുന്നത്. ഒരു ദിവസം എന്റെ മോൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ഒരു ചാനൽ, അവനിങ്ങനെ വിദേശ ചാനലാണ്, വിദേശ ഭാഷ പഠിക്കാൻ വേണ്ടി വിദേശ ചാനലാണ്. സ്വിറ്റ്സർലൻഡിലെ ഒരു ചാനലിൽ ഒരു പുഴയെ പറ്റിയാണ് ഇന്ന് കൂടുതൽ പറയുന്നത്. ഒരു പുഴയെ പറ്റി നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ടും 2 സൈഡും ഇംഗ്ലീഷാണ് അല്ലെ. ഇന്ന് EP ജയരാജനായിരിക്കും അല്ലെ. എന്നാൽ ആ ചാനൽ ഒരു പുഴയെ, ആ പുഴയെ എന്തുകൊണ്ട് ആ പുഴ എടുത്തത്, എന്താണ് പുഴയുടെ അതിന് കാരണം? ഈ പുഴ 19 വർഷം മുമ്പ് വൈകിട്ട് 15 കൊല്ലമായിട്ട് ഈ പുഴ വീണ്ടുകൊണ്ടു. ഇതെങ്ങനെ വീണ്ടുകൊണ്ടു എന്നാണ് ആ ചാനലിൽ അന്വേഷിക്കുന്നത്. ആ പുഴയുടെ തീരത്തുള്ള മനുഷ്യരെ, അവിടുത്തെ ജീവജാലങ്ങളെ, അവിടുത്തെ സസ്യലതാദികളെ, അവിടുത്തെ ഉപജീവനമാർഗത്തെ, അവിടുത്തെ മഴയെ പറ്റി, അവിടുത്തെ തൊഴിലുകളെ പറ്റി ഒക്കെ കാണിക്കുക. ഒരു ദിവസം മുഴുവൻ വാർത്തയാണ്. എന്താണ് പുഴയുടെ അതെങ്ങനെ വീണ്ടും ഒഴിക്കുന്നത്? അതാണ് അന്വേഷിക്കുന്നത്. ഞാൻ ചോദിച്ചു ഏത് രാജ്യത്താണ്? അപ്പോഴാണ് പറഞ്ഞ ആ പുഴ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിൽ. നമ്മൾ ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ ഇതിൽ വാർത്താണോ? കാരണം ആ വാർത്ത വലുതാണ്. കേരളത്തിൽ എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. പാലക്കാട് എവിടെയാണ്? അട്ടപ്പാടിയിൽ. അട്ടപ്പാടിയിൽ പുഴയുടെ പേര് കൊടുങ്കരപ്പള്ളം. ഭവാനി പുഴയുടെ കൈവഴിയായിരിക്കുന്ന കൊടുങ്കരപ്പള്ളം എന്ന പുഴയെ പറ്റിയാണ്. ആ പുഴ എങ്ങനെ ഒഴുകിയത്? ആ കൊടുങ്കരപ്പള്ളം എന്ന പുഴ ഒഴുകാൻ കാരണം അഹാഡ്സ് എന്ന് പറയുന്ന അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ബോധപൂർവമായ ഇടപെടലിലൂടെ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിലൂടെയാണ് പുഴ വിട്ടു ഒഴുകിയത്. ഈ വാർത്ത കണ്ടിട്ട് ഞാനും എന്റെ സഹപ്രവർത്തകരും എല്ലാം തന്നെ 3 ദിവസം ആ പുഴയെ പറ്റി പഠിക്കാൻ അട്ടപ്പാടിയിൽ കഴിഞ്ഞ് ഡിസംബർ 18, 19, 20 തീയതി ഞാൻ ആ പുഴയിൽ പോയി. ആ പുഴയിലൂടെ നടന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? നല്ല വാർത്തകൾ അന്വേഷിച്ചു പോകണം ലീഡർഷിപ്പ്.